ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് ഇത് പുറമേ കാണുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ന്യൂഡിൽസും അതുപോലെ പൊട്ടറ്റോയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഈ ന്യൂഡിൽസ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു തവി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കാരണം ന്യൂഡിൽസ് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരണം. അതിനായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ന്യൂഡിൽസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം എല്ലാം കളഞ്ഞ് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ന്യൂഡിൽസിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഇത് ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 സ്ലൈസ് ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതുപോലെ നല്ല പൊടിയായിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാൻ 2 പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടി ചെറിയ പൊട്ടറ്റോ ആണെങ്കിൽ 3 എണ്ണം നിങ്ങൾക്ക് എടുക്കാം. അത് ഇതുപോലെ വേവിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒനിയനാണ്. ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഇനി വേണ്ടത് ചതച്ച മുളകാണ്. ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. ഒരു 1/4 കപ്പോളം കോൺഫ്ലോറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ന്യൂഡിൽസ് മസാലയാണ്. നമുക്ക് ഒരു പാക്കറ്റിലെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ന്യൂഡിൽസും അതുപോലെ പൊട്ടറ്റോയും ഈ മസാലയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ഒരു തവിയോ സ്പാച്ചുലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരും. ഇതുപോലെ ഒരു മിക്സാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ പൊട്ടറ്റോയും അതുപോലെ നൂഡിൽസും എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷേപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് വരും. അതിനായിട്ടാണ് നമ്മൾ നേരത്തെ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിരുന്നത്. ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പാടാണ്. കുറച്ച് ലൂസായിട്ടുള്ള മിക്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. നമുക്ക് മുഴുവനോട് ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു ടൈറ്റായിട്ട് കിട്ടിയാൽ മതി. അതുകൊണ്ട് മുഴുവനോടെ ഒരുമിച്ച് ഇടണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു മിക്സാണ് നമുക്ക് കിട്ടുക. ഞാനിപ്പോൾ 4 ബ്രെഡിൻ്റെ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ളൊരു മിക്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചാറ്റ് മസാല നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. എനിക്കിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒത്തിരിയും ലൂസായിട്ട് പോകണ്ട. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു മിക്സാക്കി എടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സാണ്. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം ഞാനിപ്പോൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണ നമുക്ക് കുറച്ച് കയ്യിലൊന്ന് പുരട്ടി കൊടുക്കാം.
നമ്മളിത് ഷേപ്പ് ചെയ്യാൻ എടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിലൊന്ന് എണ്ണ തടവി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ മിക്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഇതുപോലെ മിക്സ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നമുക്ക് ആവശ്യത്തിനെടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതുപോലെ നമ്മൾ നീളത്തിലൊന്ന് ആക്കിയെടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്രയും കനം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ വീണ്ടും നമുക്കിതൊന്ന് ഹാഫായിട്ട് മുറിച്ചെടുക്കാം. ഹാഫായിട്ട് മുറിച്ചെടുത്തിട്ട് ഒരു പോർഷൻ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കനം കുറച്ച് നീളത്തിലായിട്ടുള്ള ഒരു ഷേപ്പിലേക്കാണ് നമ്മൾ ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഈ ഒരു വീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്കിത് കത്തി ഉപയോഗിച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ രീതിയിലൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ പരത്തി കഴിയുമ്പോൾ നമുക്ക് നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈസിയാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വലുപ്പത്തിലാണ് നമുക്ക് സ്നാക്കിൻ്റെ വലുപ്പം കിട്ടുക. ഇതുപോലെയാണ് നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് പീസസ് ഇതുപോലെ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു നൂഡിൽസ് എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസ് ഒക്കെ മുക്കിയെടുക്കുന്നത് പോലെ നമ്മളിതിൽ നൂഡിൽസിലാണ് മുക്കിയെടുക്കുന്നത്. നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ട്രയാങ്കിൾ നമ്മൾ മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, മൈദയും ചാറ്റ് മസാലയും കൂടെ, അതിലേക്ക് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് നൂഡിൽസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ അതിലേക്ക് നമുക്ക് എല്ലാ ഭാഗത്തും നൂഡിൽസ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നൂഡിൽസ് എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് തയ്യാറാക്കണം. ഇപ്പം ഞാൻ പീസസ് എല്ലാം ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ രീതിയിൽ ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് നമുക്കിത് നൂഡിൽസ് എല്ലാം കോട്ട് ചെയ്ത് നമ്മൾ എടുത്ത് വെക്കുന്നത് നമുക്ക് ഫ്രീസറിൽ വെച്ചിരുന്ന് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിരുന്നാൽ മതി. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിതിനെ മിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെയൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല അടപ്പുള്ള ടൈറ്റായിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലെടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്താൽ മാത്രം മതി. കുട്ടികൾക്കൊക്കെ ടിഫിനും സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാൻ നമുക്കിത് നല്ലൊരു അടിപൊളി ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ രണ്ട് സൈഡും ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതെടുക്കാം. ഇപ്പം നമ്മുടെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് ഇനി മാറ്റാം. ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സും കൂടെയാണ് നമുക്കിതിലുണ്ടാവുക. ഇതിൻ്റെ കൂടുതൽ നമുക്ക് ടൊമാറ്റോ സോസ് കൂട്ടി ഇത് കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് മാത്രം എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് അകത്ത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സാണുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.